പൊന്നമ്പല വാസനേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. തിരുവിതാംകൂർ രാജകുടുംബവുമായി ബന്ധമുള്ള ചരിത്രപരമായ ഒരുപാട് പഴമയുള്ള ഒരു ക്ഷേത്രമാണ് രാമേശ്വരം പടിയില്ലത്ത് ശ്രീകണ്ഠൻ ധർമ്മശാസ്ത്ര ക്ഷേത്രം. പഴമക്കാരുടെ വാമൊഴികളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന പഴമയുടെ ഒരുപിടി കഥയുണ്ട് ഈ ക്ഷേത്രത്തിന് പിന്നിൽ. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം കണ്ട് തിരിച്ചു വരാം. പാലക്കാടൻ പ്രകൃതി സൗന്ദര്യങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന നെയ്യാറ്റിങ്കര രാമേശ്വരം പടിയില്ലത്ത് ശ്രീകണ്ഠൻ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് പഴമക്കാരുടെ വായ്മൊഴികളിലൂടെ തലമുറകളായി പറഞ്ഞു കേൾക്കുന്ന ഒരു ചരിത്രമുണ്ട്. എട്ടുവീട്ടിൽ പിള്ളമാരിൽ നിന്ന് രക്ഷ തേടിയുള്ള യാത്രക്കിടയിൽ ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിയപ്പോൾ മഹാരാജാവ് സഞ്ചരിച്ചിരുന്ന കുതിരയുടെ കാലുകൾക്ക് മുടന്തനുഭവപ്പെടുകയും യാത്ര തടസ്സപ്പെടുകയും ചെയ്തുവെന്നാണ് പഴമക്കാർ പറയുന്ന ആ ചരിത്രത്തിൽ പറയുന്നത്. യാത്ര തുടരാൻ കഴിയാതിരുന്ന മഹാരാജാവ് സമീപത്ത് കണ്ട പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഉടനെ തന്നെ കുതിര സുഖം പ്രാപിച്ചു. സസുഖം യാത്ര തുടർന്ന രാജാവ് കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ ശേഷം കൊട്ടാരം ജോത്സ്യനെ കണ്ട് പ്രശ്നമേൽപ്പിച്ചപ്പോൾ ശ്രീ ധർമ്മശാസ്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയുകയും തന്റെ യാത്ര സുഗമമാക്കി ജീവൻ രക്ഷിച്ചതിൽ ഭഗവാന്റെ കൃപാകടാക്ഷമുണ്ടെന്നും തിരിച്ചറിയുകയും ചെയ്തു. തുടർന്ന് സ്മരണാർത്ഥം എല്ലാ വർഷവും പൈങ്കുന്നി ഉത്രനാളിൽ ഒരു കുതിരയുടെയും രാജാവിന്റെയും കളിമൺ രൂപം പ്രതീകാത്മകമായി പടിയില്ലത്ത് ശ്രീ ധർമ്മശാസ്താവിന് സമർപ്പിക്കുവാൻ തീരുമാനിച്ചു. ഭഗവത് ദർശനത്തിന് തിരുമനസ് നേരിട്ടെത്തുന്നതായി സങ്കല്പിച്ചാണ് ഈ കുതിരവയ്പ് നടത്തിവരുന്നതും. ഈ ചടങ്ങ് മുടങ്ങാതിരിക്കുന്നതിനായി നെയ്യാറ്റിങ്കരയിലെ തൊഴിക്കൽ എന്ന പ്രദേശത്ത് ഒരു പ്രത്യേക സമുദായത്തെ കുതിരയെയും രാജാവിനെയും നിർമ്മിച്ച് നടക്കി വയ്ക്കുന്നതിനായി ചുമതലപ്പെടുത്തുകയും ചെയ്തു. ചിരപ്രധാനമായ ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ പടിയില്ലത്ത് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ കാലാകാലങ്ങളിൽ അതേപടി ഒരു മാറ്റവും വരുത്താതെ നടത്തിക്കൊണ്ടുവരികയാണ്. അത് തന്നെ അപൂർവമാണ്. കുതിര വയ്ക്കുന്നതും രാജാവൂടെ കൊണ്ട് കുതിര വയ്ക്കുന്നതും അതൊരു വലിയ ഒരു ഉത്സവമായി നടന്നു വരുന്നു. കൂടാതെ തന്നെ ധർമ്മശാസ്താവ് എൻ്റെ ഭാര്യ സമേതം ഇരിക്കുന്ന ക്ഷേത്രങ്ങളിൽ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ ഈ രാമേശ്വരം പടിയില്ലത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒട്ടനവധി അനുഭവസ്ഥർ പറയുന്നുണ്ട്. എൻ്റെ കുഞ്ഞുനാൾ മുതൽ പലർക്കും ഇവിടെ വന്ന് അവരുടെ ആഗ്രഹം സബലീകരിച്ച് പോയ കഥകൾ ഒട്ടനവധി ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഈ ക്ഷേത്രം ഇതിനു മുന്നേ തന്നെ നമ്മുടെ കേരള സംസ്കാരത്തിന് ഇണങ്ങുന്ന രീതിയിൽ അറിയപ്പെടേണ്ടതാണ്. ഒരു സാംസ്കാരികത ഈ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകാൻ ഇന്നത്തെ ഭാരവാഹികൾ ഇതിൽ കൃത്യമായി ശ്രമിക്കുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കാതെ പോകാനും വയ്യ. അത്ര മനോഹരമായ രീതിയിലാണ് ഈ ക്ഷേത്രവും അതിൻ്റെ പരിസരവും നെൽപ്പാടങ്ങളും എല്ലാം ഒരു പാലക്കാട് അന്തരീക്ഷമുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ പടിയില്ലത്ത് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇത്തരത്തിൽ ഈ ചടങ്ങ് ഇന്നും നിലനിൽക്കുന്നതുകൊണ്ട് കുതിരവച്ചാൻ കോവിലെന്ന് മറ്റൊരു പേരും ഈ ക്ഷേത്രത്തിൽ ലഭിച്ചു. ക്ഷേത്രത്തിൻ്റെ പഴമയെന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മ രാജാവ് എട്ടുപെട്ട് പിള്ളമാരുമായിട്ടുള്ള യുദ്ധത്തിൽ ഇതുവഴി ഓടിപ്പോവുമായിരുന്നു. പുറകെ എട്ടുപെട്ട് പിള്ളമാരും മാർത്താണ്ഡവർമ്മ മഹാരാജാവ് മുന്നിൽ. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ കുതിരയുടെ കാല് മുടന്തൽ സംഭവിച്ചു. കുതിര ഇതിനപ്പുറം പോകുന്നില്ല. രാജാവ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിന്നപ്പോഴത്തേക്കും ഇവിടെ തൊട്ടടുത്ത് വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമൊന്നൊന്നുമില്ല, ഒരു സൂചന മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അവിടെ തിരിച്ച് എത്തിയപ്പോഴത്തേക്കും കുതിരയുടെ മുടന്തൽ മാറുകയും അദ്ദേഹം സുരക്ഷിതമായിട്ട് നേരെ അടുത്ത് പോകുന്നത് കൃഷ്ണൻകോലിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ നിന്നാണ് പിന്നെ ഒരു ബാലൻ അമ്മച്ചിപ്ലാവിൻ്റെ പൊത്തിലേക്ക് കയറിയിരുന്നുള്ളതിനായിട്ടുള്ള വഴി കാണിക്കുകയും ഇത് രണ്ടും ഇദ്ദേഹം തിരിച്ച് കൊട്ടാരത്തിൽ എത്തിയ സമയത്ത് കൊട്ടാരം ജോത്സ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ രണ്ടിടത്തും ഈശ്വര സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒന്ന് ശാസ്താവും ഒന്ന് കൃഷ്ണനുമാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നുള്ള അന്ന് മുതൽ പിന്നെ അദ്ദേഹം തിരികെ ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിന് ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം കര ഒഴിവാക്കി എഴുതി കൊടുക്കുകയും കുതിര, അതായത് കുതിരയുടെ പ്രതിരൂപം ഒരു പ്രതിമയുണ്ടാക്കി എല്ലാ വർഷവും ഇവിടെ ഞാൻ വരുന്നത് സങ്കല്പിച്ച് ഇവിടെ എത്തിക്കണമെന്ന് ഒരു സമുദായത്തെ പറഞ്ഞേൽപ്പിക്കുകയും നമ്മുടെ തൊഴുക്കലാണ് ഇപ്പോഴും അവർ തന്നെയാണ് ആ കുതിര നമുക്ക് ഉണ്ടാക്കി തരുന്നത്. രാജാവിൻ്റെയും കുതിരയുടെയും രൂപം അത് അവിടെ നോക്കിയാൽ കാണാം, അവിടെ ഇരിപ്പുണ്ട്.
അവരുടെ ഇനി എല്ലാ വർഷവും ഒരു കുതിരയുടെയും രാജാവിൻ്റെയും രൂപം ഉണ്ടാക്കി ഞാൻ വരുന്നത് സങ്കല്പിച്ച് അവിടെ എത്തിക്കുക. എല്ലാ കാലവും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ഥലവും കര ഒഴിവാക്കി വിട്ടുകൊടുക്കുകയും അവിടെ അത് പറഞ്ഞേൽപ്പിക്കുകയും അതിനുള്ള പണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് എത്തിച്ചുകൊണ്ടിരുന്നത്. അവർ തൊഴുക്കൽ ക്ഷേത്രത്തിലേക്ക് കൈമാറി അവരാണ് അവിടെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഐതിഹ്യം. പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് നീലാഞ്ജനം. ഇവിടെ ശാസ്താവ് ഭാര്യ സമേതമാണ് ഇവിടെ കുടികൊള്ളുന്നത്. പൂർണ്ണ പുഷ്കല എന്ന 2 ഭാര്യമാരോടൊപ്പം വസിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. അത് ഇവിടങ്ങളിൽ അപൂർവമാണ് അങ്ങനെ ഒരു ഇത്. പിന്നെ അടുത്തുള്ളത് കുട്ടികൾ ജനിക്കാത്തവർക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പോലും 55 വയസ്സായ ഒരാളിന് ഒരു കുട്ടി ജനിക്കുകയും അദ്ദേഹം ഇവിടുന്ന് തന്നെ കിട്ടിയെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ ഒരു 45 വയസ്സായ ഒരാളിന് 2 കുട്ടികൾ ഇരട്ട കുട്ടികൾ കിട്ടുകയും ഒരുപാട് ഐതിഹ്യം വിശ്വാസവും എല്ലാം കൂടെ ചേർന്ന സമന്വയമാണ് ഈ ക്ഷേത്രം. വിശ്വാസികൾ നീലാഞ്ജനം അവർ പ്രാർത്ഥിച്ച് പിന്നെ കൃത്യമായിട്ട് ഇത്ര ദിവസം മനസ്സിൽ സങ്കല്പിച്ച് ഇവിടെ വന്ന് നീലാഞ്ജനം ചെയ്യുന്നവർക്ക് അത് ഉറപ്പായിട്ടും ഒരുപാട് പേർക്ക് വിവാഹം ഇവിടെ നടന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അതിന് സാക്ഷ്യം വെച്ച് തമിഴ്നാട് മധുരയിൽ നിന്ന് വരെ ഇവിടെ ആൾക്കാരെത്തി നീലാഞ്ജനം ഇപ്പോൾ ഈ എല്ലാ ആഴ്ചയും ഞങ്ങൾ ചെയ്തിട്ട് വാട്സാപ്പിൽ അയച്ചു കൊടുക്കും. പിന്നെ നീലാഞ്ജനം വരാൻ പറ്റാത്തവരെല്ലാം മെസ്സേജ് വഴിയാണ് ഇവിടെ വാട്സാപ്പിൽ നമ്മൾ നീലാഞ്ജനം ചെയ്തിട്ട് അതിൻ്റെ രസീത് അയച്ചു കൊടുക്കുകയും അവരത് എപ്പോഴാണെന്ന് വെച്ചാൽ വരുമ്പോൾ ഒന്നായിട്ടൊന്ന് പൈസ വരികയും കൊണ്ടുതരികയൊക്കെയാണ് ചെയ്യുന്നത്. പഴമ തീർച്ചയായിട്ടും പഴമ നമ്മൾ കൊണ്ടുപോയി ഈ ക്ഷേത്രത്തിനെ നല്ലൊരു വിധത്തിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഇത്തരത്തിൽ ചരിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നതും.